ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനമ്മീസ് ലൈഫ്. ഇന്ന് എൻ്റെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുവാണ്. ഒരാഴ്ചയായിട്ട് ഷോപ്പിംഗ് ആയിരുന്നു, അയണിങ്, പാക്കിങ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാം കഴിഞ്ഞത് ഇപ്പം ഞങ്ങൾ രാത്രി 10:30 ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. ഫ്ലൈറ്റ് 2:30-ക്കാണ്, 2:10-നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങളുടെ കമ്പനി ഏജൻസി ഉണ്ടായിരുന്നല്ലോ, അവർ പറഞ്ഞു ഒരു 10 ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് തായ്ലൻഡിലേക്ക് പോകണം. 5 ദിവസത്തെ ട്രിപ്പിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് 19-ആം തീയതി വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഇനി തായ്ലൻഡിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിന് വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ കുറച്ച് സിക്കാണ്, ത്രോട്ട് പെയിനും ബോഡി പെയിനും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു വോയിസ് ഒരു സിക്ക് വോയിസിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണം. നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറേ നേരം ആ ഡ്യൂട്ടി ഫ്രീയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഇച്ചു ആണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവള് സെക്കൻഡ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നെങ്കിലും അവളുടെ ഓർമ്മയിൽ അതുണ്ടായില്ല. കാരണം 2 വയസ്സുള്ളപ്പോഴായിരുന്നു അവൾ ആദ്യം കയറിയത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ രാത്രിയല്ലേ, രാത്രിയാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാനില്ലല്ലോ. അതുകൊണ്ട് എന്നാലും ഞാൻ അവൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. അവൾക്ക് അവളുടെ സ്വന്തം ചാനലിൽ ഇടണം. പിന്നെ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:50-നാണ്. അതുകൊണ്ട് തന്നെ ആ സമയമായപ്പോഴേക്കും നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. മേഘങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, ശരിക്കും ഒരു മൈതാനം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മേഘങ്ങളാണ്. അപ്പൊ നമ്മൾ ഇച്ചു അതിനകത്ത് സൈഡ് സീറ്റിലിരുന്ന് ഇതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ലാൻഡ് ചെയ്തു. എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലാണ്. കാരണം ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇച്ചു മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ്. നമ്മുടെ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയി വണ്ടിയിൽ കയറി. വണ്ടി നല്ല സൂപ്പർ വണ്ടിയായിരുന്നു. ഹായ്, ഞങ്ങൾ ബാങ്കോക്കിലെത്തി. ബാങ്കോക്കിൽ നിന്ന് ഞങ്ങളെ പട്ടായയിലേക്ക് ഒരു വാനിൽ കൊണ്ടുപോവാണ്. ഉറക്കമൊക്കെ ശരിയാവാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒത്തിരി പേരൊന്നുമില്ല, ഞങ്ങൾ ആകെ 6 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും പിന്നെ വേറെ പുറത്തുനിന്നുള്ള 3 പേരും. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ. ഇപ്പം നമ്മൾ വിചാരിച്ചു ഇന്നത്തെ കാര്യം പോക്കായിരിക്കുമെന്ന്. കാരണം മഴയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറി. പക്ഷെ ഒരു മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണ്. ഇതായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന വണ്ടി. നല്ല അടിപൊളി വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ മൈക്കൊക്കെ ആയിട്ടായിരുന്നു പോയത്. ലൈവായിട്ട് നമ്മൾ സംസാരിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതൊന്നും നടക്കത്തില്ല. കാരണം അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം നമ്മൾ പാക്കേജിൽ വരുമ്പോഴത്തെ പ്രശ്നം ഇതാ, ടൈം എപ്പോഴും നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടേക്ക് ഓടണം, ഇവിടേക്ക് ഓടണം, ഒന്നും നമുക്ക് ഒന്ന് ചിന്തിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കാനോ ഒന്നും പറ്റൂല. കുറേ നേരം നമ്മൾ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, നമ്മുടെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കണം. ടൈഗർ ടോപ്പിയയിൽ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ 11:30 എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല വൈബുള്ള നല്ലൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. ഫുഡും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇവിടെ. ഇത് താഴെ ഒരു ടൈഗറിന്റെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറച്ചു നേരം നോക്കിയിട്ട് അവിടെ ടൈഗറിനെ ഒന്നും കണ്ടില്ല. ടയേർഡായി. ഇവിടെ 2 ടൈഗർ നിപ്പുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഇഷ്ടംപോലെ ടൈഗർ കുഞ്ഞുങ്ങളുണ്ട്. 2 എടുത്തോണ്ട് പോവായിരുന്നു വളർത്താൻ. ഈ ടൈഗർ ടോപ്പയിൽ ടൈഗർ ഷോയും പിന്നെ ക്രൊക്കഡൈൽ ഷോയും ഒക്കെയാണ് ഉള്ളത്. നമ്മൾ ആദ്യം ടൈഗർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ടറുടെ മുമ്പിൽ 6 കടുവകളും ചെറിയ 6 കുഞ്ഞി പൂച്ചകളും നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പുള്ളി പറയുന്നതൊക്കെ അനുസരിച്ച് അതിലേ ചാടുന്നു, ഇതിലേ ചാടുന്നു, ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ശരിക്കും അത് ഇത്രയും വലിയ ടൈഗർ ആണെന്നുള്ള ഒരു ഫീല് പോലും നമുക്ക് തോന്നൂല. കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കാണിക്കുന്ന പോലെ ഓരോന്ന് കാണിക്കുന്നത്.
ഇവിടെ ഈ ടൈഗറിന്റെ ഓരോരോ ആക്ഷൻസും പിന്നെ ഈ 2 ചരടിലൂടെ നടക്കുന്നത്, റിങ്ങിലൂടെ ചാടുന്നത്, പിന്നെ ഒരു കവർ ചെയ്ത് ഒരു റിങ്ങിലൂടെ ചാടുന്നത്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് വീണ്ടും ഭയങ്കരമായിട്ടുള്ള മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. കാരണം നമ്മൾ ഈ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വേണം ഓരോ ഷോയ്ക്കും വേണ്ടി പോകാനായിട്ട്. പിന്നെ 2 പേരുടെ കയ്യിൽ കുടയുണ്ടായിരുന്നു. നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ മെയിൻ ലഗേജിലായിരുന്നത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇച്ചു പോയിട്ട് അവിടെ ഇങ്ങനെ ടൈഗർ കബ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ക്രോക്കഡൈൽ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു 5-8 ക്രോക്കഡൈൽസുമായിട്ട് ഒരു മനുഷ്യന്റെ കുറച്ച് ഷോ ആയിരുന്നു. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അത്. പക്ഷേ മൃഗങ്ങൾ വലിയ എന്താ പറയാ പ്രശ്നക്കാരായ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഇവരിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ചെറിയതായിട്ടൊരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ. അയ്യോ എന്റെ ദൈവമേ, നോക്ക് ക്ഷീണിച്ചൊരു വഴിയായി. രാവിലെ ഇന്നലെ ശരിക്കും പറയുകയാണെങ്കിൽ 24 മണിക്കൂറായി ഉറങ്ങിയിട്ട്. തലേ ദിവസമാണെങ്കിൽ പോരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഉറങ്ങിയില്ല. നമുക്ക് ആകെ ചാനടിച്ച പോലെ ആയിപ്പോയി, ഒരു വഴിയായി. ഉച്ചയാണെങ്കിൽ കടുവയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ക്രോക്കോഡൈൽ ഷോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിന്റെ സെക്ഷൻ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്തു. കാരണം നമ്മുടെ വൺസ് ഇൻ അവർ ലൈഫ് ടൈം നടക്കുന്ന ഒരു കാര്യമല്ലേ ഇതിന്റെയൊക്കെ അടുത്ത് പോവാന്ന് പറയുന്നത് തന്നെ. അപ്പം അതിനെ അങ്ങനെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ പോയി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ടൈഗറിന്റെ കൂടെയും പോയിട്ടുണ്ടായിരുന്നു. ടൈഗറിനെ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. നമ്മളാകെ ശരിക്കും പറഞ്ഞാൽ ഡെസ്പായി പോയി മഴ കണ്ടിട്ട്. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ മഴയത്ത് എങ്ങനെ പോകും എന്ന് ആലോചിച്ചിട്ട് ഇതാ കുട കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഹോട്ടലിൽ ചെന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് അൽക്കസർ ഷോയിന് വേണ്ടി പോകാനുള്ളതായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നല്ല വൈബുള്ള ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ എത്ര വൈബാണേലും നമ്മൾ മഴ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഡെസ്പായി പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോകും എന്നാലോചിച്ച്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇതായിരുന്നു നമ്മുടെ റൂം. ഒരു ഡബിൾ ബെഡും പിന്നെ ഒരു ചെറിയ സിംഗിൾ ബെഡും. നമ്മൾ 3 പേരായിട്ടാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റൂമിൽ വന്നു കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ റെഡി ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോയി. കാരണം ലഞ്ച് കഴിക്കണമല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 11 മണിക്കാണ്. അപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ വൈബുള്ള റെസ്റ്റോറൻറ്റ്സിലായിരുന്നു നമ്മൾ പോയത്. ഇപ്പൊ രാവിലെ പോയതും അങ്ങനത്തേതാണ്, ഇപ്പൊ വന്നതും അങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം ചുമ്മാ ആ ബീച്ചിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി. കാരണം ഷോയുടെ ടൈം നമുക്ക് 9:30 ആയിരുന്നു. 9:30 to 10:30 ആയിരുന്നു. അപ്പൊ അത്രയും നേരം നമ്മൾ വെറുതെ റൂമിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പട്ടായ ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ നല്ല അടിപൊളി വൈബൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവിടെ വന്നത്, നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പം നമ്മൾ ഇതിലെല്ലാം ഇങ്ങനെ ചുമ്മാ ഒന്ന് റോം അറൗണ്ട് ചെയ്യാമെന്ന് വെച്ചു. നല്ല അടിപൊളി വൈബാ, സൂപ്പർ. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, എന്നാലും നല്ല രസമാണ്. ഇച്ചും നിഷയും ഇതാ അവിടെ ഇരിപ്പുണ്ട്. നല്ല രസമല്ലേ. പട്ടായ ശരിക്കും സൂപ്പർ പൊള്ളി വൈബുള്ള സ്ഥലമാണ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പട്ടായയെ കുറിച്ച് എല്ലാവർക്കും ഒരു മോശം, പട്ടായക്ക് പോവാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമേജിലാണ് എപ്പോഴും അറിയപ്പെടുന്നത്. തായ്ലൻഡിൽ വന്ന കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഇത് സെക്കൻഡ് ടൈമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഹൗ യു ഫീൽ? എന്ത് നല്ലതാണ്? അവിടെയൊക്കെ ക്രൂസ് കിടപ്പുണ്ട്. ഇതേണ്ട ആ സൈഡിലാ ശരിക്കും പറഞ്ഞ നല്ല രസമുള്ള പരിപാടികൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ. ആണോ? ഇവിടെ നിങ്ങൾ നീ എന്താ ആലോചിച്ച് നോക്കി, ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനകത്ത് ഒന്നുമില്ല കാണാനായിട്ട്. ഇങ്ങനെ ഈ പോകുന്ന വൈബ് മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോ, അത് എന്താന്ന് തോന്നുന്നു, നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്താണ് ആ സാധനങ്ങൾ മൊത്തം.
ഇപ്പൊ എന്തായാലും ആരും ഒന്നും കഴിക്കില്ല. എന്തെങ്കിലും കഴിക്കുമോ? എന്തെങ്കിലും കഴിക്കുമോ? ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഇസ ക്രൊക്കഡൈൽ മീറ്റ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ വന്നിട്ട് അൽക്കസർ ഷോ ഒക്കെ കണ്ടു. ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവരിങ്ങനെ നമ്മുടെ ആ പെർഫോമേഴ്സ് ഇങ്ങനെ നിൽക്കും. നമ്മുടെ കൂട്ടത്തിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പേ ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുംബൈ എന്ന് പറഞ്ഞൊരു മുംബൈ വാല അങ്ങനെയാണ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി. ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചത് കാരണം ഞാനൊന്നും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നില്ല. ഇവിടെയും നോർത്ത് ഇന്ത്യൻ ഭക്ഷണം തന്നെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്. ബീന ആൻഡ് ദൗലത്ത് ഫ്രം ട്രിവാൻഡ്രം, പിന്നെ ലിബു കോട്ടയത്ത് ചിങ്ങവനത്തു നിന്നാണ്, പിന്നെ ദയ ആണ് ഞങ്ങളുടെ കോർഡിനേറ്റർ, ട്രിപ്പ് കോർഡിനേറ്റർ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി പോലെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു ഈ ട്രിപ്പ്. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഇപ്പൊ രാത്രി ഏകദേശം 12 മണിയാകാറായി. നാളെ രാവിലെ നമുക്ക് കോറൽ ഐലൻഡിലേക്കുള്ള ട്രിപ്പ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങൾ അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.